ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എൻ്റെ നാട്ടിലെ ഉത്സവം ഒന്ന് കാണാൻ പോയാലോ? ഉത്സവം എന്ന് പറഞ്ഞാൽ കർണാടകയിൽ ജാത്ര എന്ന് പറയും കേട്ടോ. കർണാടകത്തിൽ ആൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ജാത്ര എന്നേ പറയുള്ളൂ, ഉത്സവം എന്ന് പറയില്ല. ഞാൻ കുറേ മലയാളക്കാർക്കത് മനസ്സിലാവില്ല പറഞ്ഞിട്ടാണ് ഉത്സവം എന്ന് പറയണത്. അപ്പം ജാത്ര, ഞങ്ങളുടെ നാട്ടിലെ ജാത്ര ഒന്ന് കാണാൻ പോയാലോ? ഞങ്ങൾ ഇത് തുടങ്ങിയിട്ട് 2-3 ദിവസം കഴിഞ്ഞിരിക്കണം കേട്ടോ ഉത്സവം. അപ്പോൾ അത് കാണാൻ പോകാമെന്ന് വെച്ചാൽ അവിടെ തേരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ തേരും കാര്യങ്ങളൊക്കെ കാണാൻ പോകാൻ പറ്റില്ല, ആൾ ഫുള്ളായി കയറും, കാല് വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് സമാധാനത്തിൽ പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ മോളിനെ കൊണ്ടുപോകാനായിട്ട് വന്നതാണ് കേട്ടോ. മക്കൾ മദ്രസയൊക്കെ പോയിട്ട് അവിടെ കിട്ടും, അവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടാളും. അപ്പോൾ അവിടെ നിന്ന് അവരെ കൂട്ടാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് ലൈറ്റും കാര്യങ്ങളൊക്കെ അവിടെ പോണ റോട്ടിലുള്ള ലൈറ്റും കാര്യങ്ങളും നല്ല ഭംഗിയുണ്ടായി കേട്ടോ. നല്ല ഭംഗിയിലാക്കിയിട്ടുണ്ടായി. നല്ല ഒരു വെളിച്ചം ഉണ്ടായി, ദൂരത്ത് തന്നെ ആ വെളിച്ചം കാണാൻ പറ്റും, അത്രയ്ക്കും വെളിച്ചമായിരുന്നു കേട്ടോ. ഒരു ലൈറ്റിങ്സിൻ്റെ വെളിച്ചമൊക്കെ. ഇവിടെയാണ് ബസ് സ്റ്റാൻഡ് ഉള്ളത്. ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത റോഡിലാണ് ചന്തകൾ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഉത്സവ പറമ്പ് പറഞ്ഞിട്ടൊന്നുമില്ല, റോഡിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് ഭാഗത്തിലെല്ലാം ആൾമോസ്റ്റ് ഐറ്റങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. ഇവിടെയാണ് എൻ്റെ മോളുടെ സ്കൂളുള്ളത്. പക്ഷേ ഇഷ്ടമായതുകൊണ്ട് കാണാൻ പറ്റില്ല എന്നുള്ള കേട്ടോ. അപ്പോൾ ഇവിടെ പോകുമ്പോൾ വരുമ്പോൾ ഓൾക്ക് ഇത് നല്ല പോലെ കാണും സ്കൂൾക്ക്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സ്പൈസ് അല്ല, ഇത് സ്പ്രിങ് പൊട്ടാറ്റോ ആണ്. അപ്പോൾ സ്പ്രിങ് പൊട്ടാറ്റോ ഉണ്ടുമ്മ എടുത്താന്ന് പറഞ്ഞപ്പോൾ ഞാൻ എടുത്ത് കൊടുത്തത്. പക്ഷേ ഓൾ തിന്നിട്ടില്ല. അത് കുറച്ച് സ്പൈസി ആയതുകൊണ്ട് ഓൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. അതിൻ്റെ മേലത്തെ ആ മയോനൈസ് മാത്രം നക്കി തിന്നുന്നുണ്ടായി ഓള്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഓൾക്ക് അതും ഇതും അത് വേണം ഇത് വേണം ഇതെല്ലാം വാങ്ങിക്കൊടുത്തു. പിന്നെ ഇതൊരു ഒരു പീടിയ സ്വീറ്റ്, ഇവിടുത്തെ എന്തോ ഒരു ഫേമസ് ആണ് കേട്ടോ. പിങ്ക് കളറിലും വൈറ്റിലും എല്ലാം ഉള്ളത്. അത് തന്നെ മോള് കുറേ വാങ്ങിയാൽ തിന്നില്ല. അപ്പോൾ ഒന്ന് ഓളുടെ കൈക്ക് തിന്നാൻ കൊടുത്തതാണ് ഞാൻ എടുത്തിട്ട്. പിന്നെ എനിക്ക് ഇതിനുള്ളിൽ ഇഷ്ടപ്പെട്ടത് ഈ സാധനങ്ങൾ കേട്ടോ. ഇത് ഞങ്ങളിവിടെ ഭരണി എന്നല്ലേ എല്ലാ സ്ഥലത്തും പറയൽ, ഭരണി. ഇത് 50 രൂപക്കും 150ഉം 100 രൂപക്കും സാൾട്ടും ഷുഗറും ഇട്ടുമൊക്കെ നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ. പക്ഷെ ഞാൻ വാങ്ങിയിട്ടില്ല. എൻ്റെ വീട്ടിൽ വാങ്ങിയാൽ അത് കുറേ ദിവസം നീണ്ടു നിൽക്കത്തൊന്നുമില്ല. അതിനൊന്നാ മൂടി പൊട്ടും, അങ്ങനെ കാര്യങ്ങൾ. ഇത് എൻ്റെ മോള് വാങ്ങിയ ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.